ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ദൈവത്തിന്റെ വലിയൊരു കരുണ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ഇന്നത്തെ സന്തോഷം മുഴുവനും പരിശുദ്ധ അമ്മയുടെ താവറമാതാവിന്റെ കരങ്ങൾ വഴി നമ്മൾ ഈശോയ്ക്ക് സമർപ്പിച്ച് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഒരിക്കൽ കൂടി നമുക്ക് ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴിയാണ് ഈശോയ്ക്ക് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഈ സമയം പരിശുദ്ധ അമ്മയുടെ അത്ഭുതമായ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുക. ചേർന്ന് കരമടിച്ച് പാടുന്നു. താപർന്നാതെ മാതാവേ. മാതാവേ വേദനയോടെ വരും നേരം, മാതാവേ വേദനയോടെ വരും നേരം, വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താപോർനാഥേ മാതാവേ വേദനയോടെ വരും നേരം, താപോർനാഥേ മാതാവേ വേദനയോടെ വരും നേരം, വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരമുയർത്തിടിച്ചുകൊണ്ട് നമ്മളെല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം അമ്മേ കർത്താത്തടിച്ചു കണ്ണീർ തൂകി കേഴും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. കണ്ണീർ തൂകി കേഴും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾക്കെന്നും തുണയായി നിന്ന് മാധ്യസ്ഥം നീ നൽകണമേ. ഞങ്ങൾക്കെന്നും തുണയായി നിന്ന് മാധ്യസ്ഥം നീ നൽകണമേ. താപോർനാഥേ മാതാവേ വേദനയോടെ വരും നേരം, താപോർനാഥേ മാതാവേ വേദനയോടെ വരും നേരം, വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇരുകാലമുയർത്തിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കണ്ണുനീരും, നമ്മുടെ എല്ലാ വേദനകളും, നമ്മുടെ എല്ലാ ദുഃഖ നൊമ്പരങ്ങളും, നമ്മുടെ എല്ലാ തകർച്ചകളും ഓ ദൈവമേ പരിശുദ്ധാമ്മയുടെ താമർ മാതാവിന്റെ കരങ്ങൾ വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താത്തിരിക്കുക. യുഗങ്ങളായി അത്ഭുതമായി താപോർനാഥേ മാതാവേ, യുഗങ്ങളായി അത്ഭുതമായി താപോർനാഥേ മാതാവേ, കാരുണ്യത്തിൻ പൊൻകിരണങ്ങൾ ഞങ്ങളിലെന്നും ചൊരിയണമേ. കാരുണ്യത്തിൻ പൊൻകിരണങ്ങൾ
മാതാവേ വേദനയോടെ വരും നേരം താപോർനാഥേ മാതാവേ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ വേദനകളും വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ ഭാരങ്ങളും എല്ലാം നീക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ ബന്ധനങ്ങളും എല്ലാം നീക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ കെട്ടുകളും എല്ലാം നീക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ തിന്മകളും എല്ലാം നീക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഓ ദൈവമേ എല്ലാം നീക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശാന്തപാടി യേശുവേ 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 ശാന്തപാടി യേശുവേ 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 ശ്രീകരമേത് വീശുകൊണ്ട് യേശുവേ 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 ഒരു കാലമേത് കാരഞ്ഞ് വിളിക്കുന്നു യേശുവേ പ്രാരംഭ പ്രാർത്ഥന. ഏറ്റവും പരിശുദ്ധയും മനോൽപകനീയം ഞങ്ങളുടെ മാതാവുമായ മറിയമേ, നീ ഞങ്ങളുടെ സഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായി ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. നിത്യസഹായ മാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. നിരന്തരം അങ്ങേ തിരുക്കുമാരന് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്ക് അനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ പുത്രന്റെ സന്നദ്ധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവസ്ഥലതേ ശക്തിയുള്ള താമരമാതാവേ, ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങി തരണമേ. പ്രലോഭനങ്ങൾ വിജയം വരിക്കുന്നതിനുള്ള ശക്തിയും ഈശോ മിശിഹായോടുള്ള പരിപൂർണ സ്നേഹവും നന്മരണവും വഴി അങ്ങയോടും അങ്ങേ തിരുക്കുമാരനോടും കൂടെ നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്കിടയാകട്ടെ. താമരമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹാ കർത്താവേ, അങ്ങേ മാതാവായ മറിയത്തിന് അപേക്ഷിയാൽ കാനായിൽ വെച്ചങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ. ഇപ്പോൾ താമര മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് സാധിച്ചു തരികയും ഞങ്ങളുടെ ആത്മാർത്ഥമായ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ. ഓ താബോർ മാതാവേ, ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ. അങ്ങയുടെ നാമം എപ്പോഴും, പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അതിരുകളിൽ ഉണ്ടായിരിക്കും. അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു. അനുഗ്രഹീതയായ നാഥേ, ഞങ്ങൾ അങ്ങയെ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാവുകയില്ല. അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ്. സകലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ താബോർ മാതാവേ, ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരീക്ഷകളും ദുരിതങ്ങളും
ഞങ്ങളെ ക്ലേശിതരാക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു. എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത്. കരുണാർദ്രയായ മാതാവേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഓ താബോർ മാതാവേ, ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇരുന്നുകൊണ്ട് പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പരിശുദ്ധ പിതാമാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരും സാമൂഹിക സമാധാനത്തിലും മതൈക്യത്തിലും സഹോദരരെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നവനാളിൽ സമ്മതിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് പരിശുദ്ധാരിയുടെ സഹായത്താൽ തങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കാനുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഇന്ന് വേറെ പിരിഞ്ഞു പോയ നവനാൾ ഭക്തർക്കും എല്ലാ മരിച്ച വിശ്വാസികൾക്കും നിത്യവിശ്രമം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷമാനുമായി നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ താമര മാതാവിന്റെ കരങ്ങൾ വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രസാദപര നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൃത്യത സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സമയുടെ കവതാശിക ജീവിതം ലഭിക്കുന്ന എല്ലാ നന്മകൾക്ക് വേണ്ടി കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൃത്യത സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സന്തോഷകരവും സമാധാനപൂർവമായ കുടുംബജീവിതം ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൃത്യത സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ താബോർ മാതാവിന്റെ അത്ഭുതകരമായ മധ്യസ്ഥം വഴി ദൈവം നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് ഒരു നിമിഷം നന്ദി, സ്തുതി, ആരാധന സമർപ്പിക്കാം. മറിയമേ, നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുക. നിൻ പാതേ നിൻ മക്കൾ വന്നു നിൽക്കുന്നു. അമ്മേ കാണുക. മാധുര്യമേറും നിന്നെ ശോകപൂർണ്ണങ്ങളാണല്ലോ. ആ നിന്റെ നേത്രങ്ങൾ കൊണ്ട് നോക്കുക മക്കൾ ഞങ്ങളെ. രോഗികൾക്ക് വേണ്ടിയുള്ള ആശീർവാദ പ്രാർത്ഥനയാണ്. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി രോഗപീഠങ്ങളെ സമർപ്പിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശാരീരികവും മാനസികവുമായ അസ്വാസ്ഥ്യം മൂലം ക്ലേശിക്കുന്ന അങ്ങയുടെ ദാസരെ തൃക്കൺ പാർക്കണമേ. അങ്ങ് സൃഷ്ടിച്ച ഞങ്ങൾക്ക് ശക്തിയും ജീവനും നൽകണമേ. അങ്ങനെ സഹനം വഴി ഞങ്ങൾ പൗത്രീകരാവുകയും ശുദ്ധരാക്കപ്പെടുകയും അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾ അതിവേഗം രോഗമുക്തരാവുകയും ചെയ്യട്ടെ. ഈ അപേക്ഷകളെല്ലാം കർത്താവായ ഈശോ മിശിഹാ വഴി ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി നമുക്ക് ശിരസ്സ് നമിക്കാം. നിങ്ങളെ സംരക്ഷിക്കുവാനും കർത്താവ് ഈശോ മിശിഹാ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ പരിപാലിക്കുവാൻ അവിടെ നിങ്ങളിൽ വസിക്കട്ടെ. നിങ്ങളെ നയിക്കുവാൻ അവിടെ നിങ്ങളുടെ മുമ്പിലും നിങ്ങളെ സൗഖ്യം നൽകി പരീക്ഷിക്കുവാൻ നിങ്ങളുടെ പിമ്പിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാ തലമുറ ചേർന്നുകൊണ്ട് നമുക്ക് മറിയത്തെ പ്രകീർത്തിക്കുകയും അവിടുത്തെ ശക്തിയേറിയ
സംരക്ഷണമേ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഇരുകരമുയർത്തി സ്വരമുയർത്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. യേശുമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അങ്ങയുടെ മാതാവായ മറിയത്തെ ഇപ്പോൾ സഹായമരുളുവാൻ സന്നദ്ധയുള്ള അമ്മയായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ആ അമ്മയുടെ അല്പചിത്രം അടങ്ങുകയും അവിടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം നേടുകയും ചെയ്യുന്ന ഞങ്ങൾ അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം എന്നും അനുഭവിക്കാനിടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിനെയും നാഥ എന്നേക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ലതിഞ്ഞ് പ്രാർത്ഥനയാണ്. നിയോഗങ്ങളെ സമർപ്പിച്ച് പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഇരുകരമുയർത്തി സ്വരമുയർത്തി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ ദൈവകുമാരനുമാതാവേ, രക്ഷകനോടിലംബികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മലമാതാവേ, കറയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയെ, വിവേകമതിയാം കന്യകയെ, വിശ്രുതയാം സുരകന്യകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയെ, മാനവരുത്സവദായികയെ, ദൈവികമാത്മനി നീ സുമമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലതെന്ത ഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
ക്രിസ്തുജനത്തിൻ പാലികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. വാനവനിരയുടെ രാജ്ഞി, പാവാന്മാരുടെ രാജ്ഞി, ശീലന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി, വന്ദനനിരയുടെ രാജ്ഞി, രക്താംഗിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ശാന്തി ജഗത്തിനു നൽകും താബോർ നഗരിൻ രാജ്ഞി, സ്വർഗാരോപിത രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. ആത്മീയവും ശാരീരികവുമായ വരങ്ങളാലും പരിശുദ്ധ കന്യാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കനികളെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാർ യോസേപ്പിനെയും സകലവിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെയും സഹായിക്കുമാറാകട്ടെ. തിരുസഭനായും മേലധ്യക്ഷന്മാരെയും സംരക്ഷിക്കുകയും അവർക്ക് ഏൽപ്പിടുന്നതിനെ വിശ്വാസത്തെ ഉറച്ചവരും സുഹൃത്തുക്കളെ തീക്ഷണരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് സമാധാനരുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പിതാവുമായ മാർ ജോർജ് മെത്രാന് വേണ്ടിയും എല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്തുതികളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. അത്ഭുതമായ വരങ്ങളാൽ വിശുദ്ധി അലങ്കരിക്കുവാൻ തിരുപടമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിനെയും സകലവിശുദ്ധരുടെയും പ്രത്യേകിച്ച് വിശുദ്ധീപ്രിയസിനെയും സദസ്യനെയും അന്തോനിസിനെയും യുദാസിനെയും പിതാവിനെയും ജോസക്കുത്തലങ്ങളുടെയും അൽഫോൻസാമ്മയുടെയും സുഹൃത്തുക്കളെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഉദ്ദിഷ്ടകാര്യം നൽകിക്കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം ഇന്ന് കാണുന്ന വചന ശുശ്രൂഷ യോഹന്നാന്റെ സുവിശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനമാണ് ഈ ദിവസം നമ്മൾ കാണുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ തിരുവചനം വലതുകരമുയർത്തി ഏറ്റവും ഉയർന്ന സ്വരത്തിൽ നമുക്കൊന്ന് വായിക്കാം. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം പഠിപ്പിക്കുക. 38 വർഷമായിട്ട്, എത്ര വർഷമായിട്ട്? 38 വർഷമായിട്ട് രോഗിയായ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു.
ഹല്ലേലൂയ. വലതുകരം മാത്രം ഒന്ന് ഉയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? ചേർന്ന് ഈ വചനം ചേർന്ന് പറയാമോ? 38 വർഷമായി ശക്തിയോടെ 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. സ്വരമയത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 38 വർഷമായ രോഗബാധിച്ച ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ വചനം പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വസ്തുത, ഈ രോഗം ഒരു നീണ്ടകാലത്തെ രോഗമാണ്. നീണ്ടകാലത്തെ രോഗമാണ്. ഒരാഴ്ച, ഒരു മാസമോ 1-2 വർഷത്തെ രോഗമല്ല. കഴിഞ്ഞ 38 വർഷമായിട്ട് ഈ മനുഷ്യൻ ഈ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണ്. കരമയത്തി സ്വരമയത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയില് ഈ സമയം ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ഞാനും നിങ്ങള് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. കരമയത്തി പറയാമോ ഹല്ലേലൂയ. 38 വർഷമായ രോഗബാധിച്ച ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഇതുപോലെ അനവധി കാലഘട്ടങ്ങളായി, അനവധി വർഷങ്ങളായി നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ സമൂഹത്തെയോ ഏതെങ്കിലും രോഗപീഠകളോ ഏതെങ്കിലും ഒരു ബന്ധനങ്ങളോ കിടപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് അത് നമ്മൾ കണ്ടെത്തണം. കരമയത്തി സ്വരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിലാകാം, വ്യക്തിജീവിതത്തിലാകാം, അനവധിയായ ചില ബന്ധനങ്ങൾ, ചില തടസ്സങ്ങൾ, ചില തിന്മകൾ, ചില മാറാരോഗങ്ങൾ സുഖപ്പെടാതെ കിടപ്പുണ്ടാകാം. 38 വർഷം എന്ന് പറയുക വളരെ നീണ്ട ഒരു കാലഘട്ടമാണ്. അപ്പൊ എന്നെയോ നിങ്ങളുടെ ജീവിതത്തിൽ കിടക്കുന്ന ചില തിന്മകളാകാം, ചില ബന്ധനങ്ങളാകാം, ചില രോഗപീഠകളാകാം, ചില അസ്വസ്ഥതകളാകാം, ചില പ്രശ്നങ്ങളാകാം. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഈ സമയം ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കണ്ടെത്തണം. ദൈവമേ, ഏതൊക്കെയാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളായുള്ള പ്രശ്നങ്ങള്, രോഗങ്ങള്, ബന്ധനങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? ഈശോയ്ക്ക് സമർപ്പിക്കണം. കരമയത്തി സ്വരമയത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 29-ാമത്തെ വയസ്സില് ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന്റെ ആലോചന ആരംഭിച്ചത്. എത്രാമത്തെ വയസ്സിലാണ്? 29-ാമത്തെ വയസ്സില് വിവാഹത്തിന് ആലോചന ആരംഭിച്ചപ്പോൾ വീട്ടുകാർ ഓർത്തു, അതിൽ ബന്ധുജനങ്ങൾ ഓർത്തു ഉടൻ തന്നെ വിവാഹം നടക്കും. പക്ഷെ 29-ാമത്തെ വയസ്സിൽ ആരംഭിച്ച വിവാഹത്തിന്റെ ആലോചന, പ്രിയമുള്ളവരെ, 39 വയസ്സായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നില്ല. 29-ാമത്തെ വയസ്സിൽ ആരംഭിച്ച വിവാഹത്തിന് ആലോചന നീണ്ട 10 വർഷങ്ങളായി 39 വയസ്സായി 10 വർഷമായിട്ട് നടക്കുന്നില്ല. ഈ സമയമാണ് ഈ 10 വർഷമായിട്ട് ആ വ്യക്തിയെ ബന്ധിച്ച് ഇട്ടിരിക്കുന്ന വിവാഹ തടസ്സം എന്ന ബന്ധനം മാറാൻ വേണ്ടി ആ വ്യക്തി ധ്യാനയുദ്ധത്തിലേക്ക് കടന്നു വരിക. കരമയത്തി സ്വരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. 29-ാമത്തെ വയസ്സിൽ ആരംഭിച്ച വിവാഹത്തിന് ആലോചന വയസ്സ് 39 നടക്കാതെ വന്നപ്പോഴാണ് ദൈവത്തിന്റെ അടുക്കിലേക്ക് ആ വ്യക്തി ഒന്ന് കടന്നു വരിക. ഓ ദൈവമേ, വർഷങ്ങളായ 10 വർഷത്തിലധികമായ ഈ തടസ്സബന്ധനം ഒന്ന് കർത്താവെ സ്പർശിക്കണം. ധ്യാനം കൂടുന്ന സമയത്ത് ദൈവവ്യക്തിയെ സ്പർശിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്നത് 6 മാസത്തിനുള്ളിൽ വിവാഹം നടക്കുന്ന അനുഗ്രഹ ആ ധ്യാനം വഴി കർത്താവ് ആ വ്യക്തി കൊടുക്കുകയാണ്. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് 6 മാസത്തിനുള്ളിൽ ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. ഒന്ന് കരമടിച്ച ദൈവത്തെ മാത്രപ്പെടുത്തുകയും നല്ലൊരു രോഷം. ഒരു വ്യക്തി ജീവനം പഠിക്കാൻ വേണ്ടി പോയിട്ട് 8 വർഷമായിട്ട് ആ കോഴ്സ് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാം 3 വർഷം കൊണ്ട് തീരേണ്ട കോഴ്സ് 8 വർഷമായിട്ട് ആ വ്യക്തിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. 3-ാം വർഷ പരീക്ഷയിൽ ഒരു വിഷയത്തിന് തോറ്റുപോയി. ആ വിഷയം കഴിഞ്ഞ 5 വർഷമായി വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കഴിഞ്ഞ 5 വർഷമായിട്ട് ആ പരീക്ഷയിൽ തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ആ പരീക്ഷ തോറ്റു പോകുമ്പോൾ 3 വർഷം കൊണ്ട് തീരേണ്ട കോഴ്സ് 8 വർഷമായി തീരാതെ വന്നപ്പോൾ ഇനി ആ മേഖല തന്നെ ഉപേക്ഷിക്കാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞു, താമ്പോ ധ്യാനത്തെ കുറിച്ച് അറിഞ്ഞ് ഈ വചന കൂടാരത്തിലേക്ക് ഒരു ആന്തരികസഭയ്ക്ക് ധ്യാനം കൂടാൻ വേണ്ടി ആ പെൺകുട്ടി കടന്നു വരികയാണ്. കരമയത്തി ദൈവത്തെ മാത്രപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. 38 വർഷമായ രോഗിയായ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ധ്യാന സമയത്ത് 8ഓളം വർഷമായി പഠന മേഖലയിൽ വിജയം കൈവരിക്കാതെ
പഠന മേഖലയിൽ രംഗനത്തിൽ കഴിയുന്ന ആ പെൺകുട്ടിയെ ആ ധ്യാനത്തിൽ പങ്കെടുക്കുക. ആ ധ്യാനത്തെ സമയത്ത് ആ വ്യക്തി കർത്താവായ ഈശോയെ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, അനവധി വർഷങ്ങളായ എന്റെ തടസ്സബന്ധനത്തിലേക്ക് ആര് വരണം? ഈശോ വരണം. കരവയത്തി പറഞ്ഞ ആര് വരണം? ധ്യാന സമയത്ത് ആ വ്യക്തിയെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. ധ്യാനം കഴിഞ്ഞ് 4 മാസത്തിനുള്ളിൽ ആ പരീക്ഷ വിജയിക്കാനുള്ള അനുഗ്രഹം കർത്താവ് ആ ധ്യാന സമയത്ത് നൽകി കഴിഞ്ഞു. കൈയടിച്ച് ദൈവത്തെ മാത്രപ്പെടുത്തുക. നല്ലൊരു കരഘോഷം. ധ്യാനം കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ ചെന്നു. അത് കഴിഞ്ഞ് പരീക്ഷ എഴുതി 4 മാസത്തിനുള്ളിൽ 5 വർഷമായി എഴുതി കിട്ടാത്ത ആ പരീക്ഷയിൽ ആ വിഷയത്തിന് ആ പെൺകുട്ടിക്ക് ഉയർന്ന വിജയം ഈശോ കൊടുക്കുക. കരമേത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. അതുകൊണ്ട് ഈ വചന കൂടാരത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ സ്വയം പരിശോധിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. കുടുംബത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. നാം വസിക്കുന്ന ദേശത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വചനം പറയുന്നത് പോലെ 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. എത്ര വർഷമായിട്ട്? 38 വർഷം. 1-2 വർഷമല്ല, അനവധി വർഷങ്ങളായി, നീണ്ട കാലഘട്ടം 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന വചനം പഠിപ്പിക്കുകയാണ്. ഈ 38 വർഷമായി ഈ രോഗം ബാധിച്ച് കിടക്കുന്ന വ്യക്തിക്ക് സൗഖ്യം കിട്ടാതെ വന്നപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്തു? ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്റെ അടുക്കൽ വരിക, എന്നെ സുഖപ്പെടുത്തുമെന്ന് ആ വ്യക്തി വിശ്വസിച്ചു. കരമയ്യത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്റെ അടുക്കൽ വരിക. എനിക്ക് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടേണ്ട ഏറ്റവും വലിയ അഭിഷേകമാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള അഭിഷേകം. കരമടിച്ച് ദൈവത്തെ മാത്രപ്പെടുത്തുകയെ. നല്ലൊരു കരഘോഷം. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു അഭിഷേകം. ആ വാക്കൊന്ന് പറഞ്ഞ്, ഏതഭിഷേകമാണ്? ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള അഭിഷേകം. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒന്ന് ക്ഷയിക്കാൻ കൊടുക്കാമോ? എന്നിട്ട് ഞാൻ പറയുന്നത് ചേർന്ന് പറയാമോ? ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി കാത്തിരിക്കാനുള്ള അഭിഷേകം. ഓ ദൈവമേ, എനിക്ക് നൽകണമേ. ഒന്ന് വലുതുകരം ഉയർത്തി പ്രാർത്ഥിക്കാമോ? കർത്താവേ, ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി കാത്തിരിക്കാനുള്ള അഭിഷേകം എനിക്ക് നൽകണമേ. ഒന്ന് കരമേത്തി സ്വരമേത്തി പറയാം ഹല്ലേലൂയ എന്ന്. യോഹന്നാന്റെ സുവിശേഷം 5:5 വചനം മറക്കരുത്. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. ഈ 38 വർഷമായി രോഗം ബാധിച്ച് കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ചിന്ത ഇതായിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്നെ തൊടും. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്നെ തൊടും. എനിക്ക് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു അഭിഷേകമാ. ഓ ദൈവമേ, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ദൈവം എന്റെ അടുക്കൽ വരിക, എന്നെ സ്പർശിക്കുകയും. വിശ്വസിച്ച് കരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. ഇങ്ങനെ ഒരു വ്യക്തി 38 വർഷമായി രോഗം ബാധിച്ച് കിടക്കുമ്പോൾ ഈ 38 വർഷമായി ഈ മനുഷ്യൻ ആർക്ക് വേണ്ടി കാത്തിരിക്കുക? ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. ആ വാക്കൊന്ന് പറഞ്ഞേ, ആർക്ക് വേണ്ടിയാണ്? സ്വരമില്ല. ആർക്ക് വേണ്ടിയാണ്? നീണ്ട കാലഘട്ടങ്ങളായി ഏതെങ്കിലും മേഖലയില് ഒരു തടസ്സമോ ഒരു രോഗമോ ഒരു മാറാവ്യാധിയോ നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ ആ വ്യക്തിയും കുടുംബവും ദൈവത്തിന് കടന്നു വരുവിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ആ വാക്കൊന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ദൈവം എന്നെ തൊടുമെന്ന ഒരു വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുവാൻ എനിക്ക് സാധിക്കണം. 38 വർഷമാണ് ഈ രോഗിയായ മനുഷ്യൻ അവിടെ കാത്തു കിടന്നത്. കരമയത്തി സ്വരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. പക്ഷെ അനേകരോ ഒന്ന് പ്രാർത്ഥിച്ചു, ലഭിച്ചില്ല എങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിച്ചു, കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥന പോലും ഉപേക്ഷിക്കുന്നവരുണ്ട്. വിശ്വാസം പോലും ഉപേക്ഷിക്കുന്നവരുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ച ഒരു ചേച്ചി ഓടി വന്ന് അടുത്ത് വന്ന് കരഞ്ഞ് ഇപ്രകാരം പറഞ്ഞ, അച്ഛാ, എന്റെ മകൾ ആകെ വിഷമിച്ച് കരഞ്ഞ് പള്ളിയിൽ പോലും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, മകൾക്ക് എന്ത് പറ്റി? മോൾക്ക് എന്താ പറ്റി? ആ സമയം ആ ചേച്ചി കരഞ്ഞോട്ട് പറയുക,
അച്ഛാ അവൾ ITS പരീക്ഷ എഴുതി, ITS പരീക്ഷ തോറ്റുപോയി. വിജയിക്കുമെന്ന് കരുതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതാണ് അച്ഛാ, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചതാണ്. പരീക്ഷ അവൾക്ക് എളുപ്പമായിരുന്നു, ജയിക്കുമെന്ന് കരുതി അവൾ തോറ്റുപോയി. അതുകൊണ്ട് ഇപ്പോൾ അവൾക്ക് വിശ്വാസമില്ല, പ്രാർത്ഥനയ്ക്ക് വരാൻ താല്പര്യമില്ല, പള്ളിയിൽ പോകുന്നില്ല, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല. അവൾ ആകെ സങ്കടപ്പെട്ട് വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്നു. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, ചേച്ചി മകൾ എത്ര പ്രാവശ്യം ITS പരീക്ഷ എഴുതി? അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഒരു പ്രാവശ്യം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം പരീക്ഷ തോറ്റുപോയപ്പോൾ ഈ മകൾ ഇത്രമാത്രം നിരാശപ്പെടുമ്പോൾ ദൈവജനം അറിയണം, 25-26 പ്രാവശ്യം ITS പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ വ്യക്തികൾ 27ാമത്തെ പ്രാവശ്യം എഴുതി വിജയിക്കുന്നു. കൈയടിച്ച ദൈവത്തെ മാത്രപ്പെടുത്തുകയും നല്ലൊരു കരഘോഷം. ഒന്ന് വലുതുകരമായ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അനേകം ജീവിതങ്ങളെയും കുടുംബങ്ങളെയും കർത്താവിന് സ്പർശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കാൻ കാരണം ദൈവത്തിന് വേണ്ടി, ദൈവാനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്കില്ല. വലിയ അനുഗ്രഹങ്ങൾ കിട്ടണമെങ്കിൽ, വലിയ അഭിഷേകം കിട്ടണമെങ്കിൽ, വലിയ സൗഖ്യം കിട്ടണമെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 18-ാമത്തെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുക. കർത്താവേ, ദൈവമേ എന്ന് വിളിച്ചിട്ട് വചനം ഇപ്രകാരം പഠിപ്പിക്കുക, ഞാൻ അങ്ങയുടെ രക്ഷ കാത്തിരിക്കുന്നു. കരമയത്തി സ്വരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഈ നിൽക്കുന്ന ഞാനും നിങ്ങൾ കാത്തിരിക്കണം. എന്തിനു വേണ്ടി കാത്തിരിക്കണം? കർത്താവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. കരമയത്തി പറയാമോ ഹല്ലേലൂയ? കാരണം ഈ കാലഘട്ടത്തിൽ രക്ഷിക്കുവാൻ കർത്താവായ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. കരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതേത് തകർച്ചയാകട്ടെ, ഏത് ബന്ധനമാകട്ടെ, ഏത് മാറാവ്യാധിയാകട്ടെ, ഏത് കെട്ടുകളാകട്ടെ, ആ കെട്ടുകൾ പൊട്ടിക്കാനും ബന്ധനം എടുത്തു മാറ്റാനും തകർച്ചകളെ എടുത്തു മാറ്റാനും പരാജയങ്ങളെ വിജയമാക്കി മാറ്റുവാനും രോഗങ്ങളെ സൗഖ്യമാക്കി മാറ്റാനും ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. വിശ്വസിച്ച് കരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 18-ാമത്തെ വചനം പറയുക, ഓ ദൈവമേ, ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ എന്തിനു വേണ്ടി കാത്തിരിക്കുക? കർത്താവ് നൽകുന്ന രക്ഷയ്ക്ക് വേണ്ടി. കൈയിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നല്ലൊരു കരോഷം. കർത്താവ് നൽകുന്ന രക്ഷയ്ക്ക് വേണ്ടി ഈ നിൽക്കുന്ന ഞാനും നിങ്ങളും പ്രിയമുള്ളവർ ഈ കാലഘട്ടത്തിൽ കാത്തിരിക്കണം. ഏത് മനുഷ്യന് കാത്തിരിക്കാൻ സാധിക്കുന്നുവോ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കുന്നുവോ, ആ വ്യക്തിക്കുള്ളതാണ് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹം. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 25-ാമത്തെ തിരുവചനത്തിന്റെ വളരെ പ്രത്യേകമായ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി വലുതുകരമയത്തി എന്ന് പറയാമോ ഹല്ലേലൂയ എന്ന്? എന്താ സങ്കീർത്തകൻ ദൈവത്തോട് പറയുക? ഓ ദൈവമേ, അങ്ങനെ പഠിപ്പിക്കണമേ. ഓ ദൈവമേ, അങ്ങനെ പഠിപ്പിക്കണമേ. എല്ലാം അറിയാമെന്ന് കരുതുന്ന എന്നെ നിങ്ങളെയും ദൈവം അനേക കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സമയവും കർത്താവ് അനവധിയായ കാര്യങ്ങൾ, പുതിയ ബോധ്യങ്ങൾ, പുതിയ അഭിഷേകം നൽകി എന്നെ നിങ്ങളെയും പലതും പഠിപ്പിക്കുന്നു. കരമയത്തി സ്വരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നിൽക്കുന്ന എന്റെ നിങ്ങളെയും ഒരു അനുദിന പ്രാർത്ഥനയായിട്ട് മാറണം. എല്ലാം അറിയാമെന്ന ചിന്തയല്ല, ഒരു ദിവസവും ദൈവത്തോട് പറയണം, ഓ ദൈവമേ, ഓ കർത്താവേ, അങ്ങനെ പഠിപ്പിക്കണമേ. ഓ കർത്താവേ, അങ്ങനെ പഠിപ്പിക്കണമേ. ദൈവം നമ്മെ പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുക. പ്രത്യേകിച്ച് കർത്താവ് നൽകുന്ന രക്ഷ, അതിനുവേണ്ടി കാത്തിരിക്കാൻ കർത്താവ് ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. കരമയത്തി സ്വരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് സങ്കീർത്തകൻ പറയുക, കർത്താവേ, അങ്ങനെ പഠിപ്പിക്കണമേ. എന്താ പഠിപ്പിക്കേണ്ടത്? രക്ഷിക്കുന്ന ദൈവം. ആ വാക്കൊന്ന് പറഞ്ഞേ, രക്ഷിക്കുന്ന ദൈവം. രക്ഷിക്കുന്ന ദൈവം അങ്ങേക്ക് വേണ്ടി, അങ്ങ് മാത്രമാണ് രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി, ഓ ദൈവമേ, ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. ദിവസം മുഴുവന്, ദിനം മുഴുവന്, ആഴ്ച മുഴുവന്, മാസം മുഴുവന്, ഒരു വർഷമല്ല, നീണ്ട 38 വർഷം വേണമെങ്കിൽ കർത്താവിന്റെ കടന്നുവരവിന് വേണ്ടി, ദൈവം നൽകുന്ന അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള അഭിഷേകം എന്നെ പഠിപ്പിക്കണമേ എന്ന് സങ്കീർത്തനം പ്രാർത്ഥിക്കുക. ഈ വചനാഭിഷേകം കിട്ടാൻ വേണ്ടി കരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. 25 വർഷമായി വേരിക്കോസിന്റെ രോഗമുള്ള ഒരു വ്യക്തി.
ആ വ്യക്തി ധ്യാനം കൂടാൻ താപോര് വന്നില്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി ആ വ്യക്തി വന്നില്ല. പിന്നെ എങ്ങനെയാണ് കർത്താവ് 25 വർഷമായ വെരിക്കോസ് രോഗം കൊണ്ട് ഭാരപ്പെട്ട് കഴിയുന്ന ഈ വ്യക്തിയെ സുഖപ്പെടുത്തിയത്? ഈ വ്യക്തിയുടെ മകളാണ് താപോര് വന്ന് ധ്യാനം കൂടുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ, എൻ്റെ അപ്പയ്ക്ക് 25 വർഷമായി വെരിക്കോസ് അൾസർ എന്ന രോഗമാണ്. 25 വർഷമായി രോഗം വന്നിട്ട് ഇരുകാലിന്റെ മുട്ടുകള്, ആ കാലുകള് അത് പൊട്ടി ഒലിക്കുന്ന ഒരവസ്ഥയാണ്. കണ്ടു കഴിഞ്ഞാൽ ഭീകരമായൊരവസ്ഥ. കാലുകൾ പൊട്ടി ഒലിക്കുന്നു, അതോടൊപ്പം നീര് വെച്ചിരിക്കുന്നു. അനവധി ആശുപത്രികളില് കഴിഞ്ഞ 25 വർഷമായിട്ട് കയറി ഇറങ്ങി. ചികിത്സിക്കാത്ത ചികിത്സയില്ല, കഴിക്കാത്ത മരുന്നില്ല, രോഗത്തിന് സൗഖ്യം കിട്ടിയില്ല എന്ന് മാത്രമല്ല, രോഗം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് വരുമ്പോൾ 25ാമത്തെ വർഷമായപ്പോൾ ഡോക്ടർമാർ പോലും ഉപേക്ഷിച്ചു. അവർ ആ കാലുകൾ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇനി ഓപ്പറേഷൻ പോലും ചെയ്യാൻ സാധ്യമല്ല, ഇനി ചികിത്സ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നിസ്സഹായ അവസ്ഥയിൽ 1-2 വർഷമല്ല, നീണ്ട കാലഘട്ടം 25 വർഷമായി ഈ വെരിക്കോസ് അൾസർ എന്ന രോഗം ബാധിച്ച് ഈ വ്യക്തി വീട്ടിൽ കഴിയുമ്പോൾ ധ്യാനം കൂടാൻ വേണ്ടി വരുന്ന മകൾ പറയുക, അച്ഛാ, വീട്ടിൽ രോഗം ബാധിച്ച് കഴിയുന്ന എൻ്റെ അപ്പയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിച്ചു വരുമ്പോൾ അപ്പയ്ക്ക് 25 വർഷമായി ഈ വെരിക്കോസ് അൾസർ എന്ന രോഗമാണ്. അനവധി ചികിത്സ വഴിയും ആ രോഗത്തെ സുഖപ്പെടുത്താൻ സാധിക്കാതെ വന്നപ്പോൾ മകള് കണ്ണുനീരോടെ ധ്യാനം കൂടി പ്രാർത്ഥിക്കുക, ഓ ദൈവമേ, 25 വർഷം, 4 നൂറ്റാണ്ടായി, നീണ്ട കാലഘട്ടമായി എൻ്റെ അപ്പയെ ബാധിച്ചിരിക്കുന്ന ഈ രോഗത്തെ കർത്താവേ ഒന്ന് സുഖപ്പെടുത്തണമേ. തന്റെ ദൈവത്തിന് തന്റെ അപ്പയെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്, രക്ഷിക്കേണ്ട കഴിവുണ്ട് എന്ന് ധ്യാന സമയത്ത് ആ മകളെ ആര് പഠിപ്പിച്ചു? ദൈവം പഠിപ്പിക്കുക. കരമയത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം ഒരു ബോധ്യമായി നമുക്ക് തരണം, ഒരു വിശ്വാസമായി നമുക്ക് തരണം. എങ്കിൽ മാത്രമേ ദൈവത്തോട് സ്വപ്നം കണ്ടൊക്കെ ചോദിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. കൈയടിച്ച് ദൈവത്തെ മാത്രപ്പെടുത്തുകയും നല്ലൊരു കരഘോഷം. അപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛാ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ എൻ്റെ അപ്പ സുഖപ്പെട്. അങ്ങനെ ആ പെൺകുട്ടി പറയുമ്പോൾ ധ്യാനത്തിൽ വരാതെ വീട്ടിൽ രോഗം ബാധിച്ച് കഴിയുന്ന, അതും 25 വർഷമായി വെരിക്കോസ് അൾസർ രോഗം ബാധിച്ച് കഴിയുന്ന ഈ അപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് 44 ദിവസം അപ്പയ്ക്ക് വേണ്ടി ഒരു ജപമാല ഇടണം. ഹല്ലേലൂയ. എത്ര ദിവസമാണ്? 44 ദിവസം. അതോടൊപ്പം 44 ദിവസം നാം ഓർന്ന് മെഞ്ചിരിച്ച വെള്ളം കൊണ്ടുപോയി അപ്പയ്ക്ക് കുടിക്കാൻ കൊടുക്കണം. രോഗമുള്ള കാലുകളില് അത് പുരട്ടാൻ കൊടുക്കണം. അങ്ങനെ 44 ദിവസം അപ്പയ്ക്ക് വേണ്ടി കൊന്തയില്ലേ. അപ്പൊ ആ മെഞ്ചിരിച്ച വെള്ളം 44 ദിവസം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കർത്താവ് വീണ്ടും സംസാരിക്കുക. കരമേത്തി സ്വരമേത്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം വീണ്ടും സംസാരിക്കുന്നു. 88 ദിവസത്തിനുള്ളില് 25 വർഷമായ 4 നൂറ്റാണ്ടായ രോഗത്തെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കും. കൈയടിച്ച് ദൈവത്തെ മാത്രപ്പെടുത്തുകയും നല്ലൊരു കരോഷം. ധ്യാനം കഴിഞ്ഞ പെൺകുട്ടി വീട്ടിൽ ചെന്ന് അപ്പയോട് കാര്യങ്ങൾ പറഞ്ഞു. വെഞ്ചിരിച്ച് വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങി. രാവിലെ അമ്മയിട്ട് കുടിച്ച് അതോടൊപ്പം ആ മുറിവുള്ള കാലുകളില്, ആ രോഗമുള്ള കാലുകളിൽ പുരട്ടാൻ തുടങ്ങി. പ്രിയമുള്ളവരെ ജപമാല എല്ലാം തുടങ്ങി. ഏകദേശം 44 ദിവസം ചെയ്തു. 80 രോഗത്തിന് മാറ്റി 80ാമത്തെ ദിവസമായപ്പോൾ 80ാം ദിവസമായപ്പോഴേക്ക് ഈ രോഗം പരിപൂർണമായിട്ട് ആ വ്യക്തിയിൽ നിന്ന് ഈശ്വരത്തെ മാറ്റി. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നല്ലൊരു കരോഷം ദൈവത്തിന് കൊടുത്തേ. നല്ലൊരു കരോഷം. അതുകൊണ്ട് ഈ നിൽക്കുന്ന എന്നോട് നിങ്ങളോട് ദൈവം ചോദിക്കുന്ന ഒരു വചനമുണ്ട്. 4 നൂറ്റാണ്ടായി രോഗം ബാധിച്ച വ്യക്തിയെ 88 ദിവസത്തിനുള്ളിൽ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് ഇന്ന് ഈ നിമിഷം എന്നോട് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. കരമേത്തി സ്വരമേത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. എന്ത് ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ജൂബിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ തിരുവചനമാണ്. ജൂബിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ തിരുവചനമാണ്. ആ വചനം ഒന്ന് കരമുയർത്തി സ്വരമുയർത്തി ജീവനോടെ നമുക്കത് വായിക്കാം. കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഞാൻ ക്ഷമയോടെ
കാത്തിരിക്കേണ്ടത്. ഇന്ന് യോബിന്റെ പുസ്തകം 6-ാമത്തെ വചനം പഠിപ്പിക്കുക. കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ? കാത്തിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് ക്ഷമയോടെ കാത്തു നിൽക്കാൻ എനിക്ക് നിങ്ങൾക്ക് ശക്തിയുണ്ടോ? 25 വർഷമായ രോഗം ബാധിച്ച വ്യക്തിയെ 88 ദിവസത്തിൽ സുഖപ്പെടുന്ന കർത്താവ് ഇന്ന് നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്: ഞാൻ നിന്റെ അടുക്കൽ വരും, ഞാൻ നിന്നെ സ്പർശിക്കും, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. പക്ഷെ നീ എന്ത് ചെയ്യണം? കാത്തിരിക്കാനുള്ള ശക്തിയുള്ള ഒരു ദൈവ പൈതലായി മാറണം. കരമയത്തി സ്വരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒന്ന് ചോദിച്ചു ലഭിച്ചില്ല, രണ്ടാമത് ചോദിച്ചു ലഭിച്ചില്ല, മൂന്നാമത് ചോദിച്ചു ലഭിച്ചില്ല, നാലാമത് ചോദിച്ചു അനുഗ്രഹം കിട്ടിയില്ല. പ്രാർത്ഥന അവസാനിപ്പിക്കരുതേ. എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് അനുഗ്രഹം തരും. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? ഈ കാത്തിരിപ്പിൽ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? നിരാശ ഉണ്ടാകാൻ പാടില്ല. ആ വാക്കൊന്ന് പറഞ്ഞ് എന്തുണ്ടാകാൻ പാടില്ല? സ്വരമയത്തിൽ പറഞ്ഞ് എന്തുണ്ടാകാൻ പാടില്ല? ഒന്ന് വലുതേരം മയത്തിൽ പറഞ്ഞ് എന്തുണ്ടാകാൻ പാടില്ല? നിരാശ ഉണ്ടാകാൻ പാടില്ല. ഒരു ഭാര്യയും ഭർത്താവ് ഒരു ശനിയാഴ്ച കൺവെൻഷൻ വരുമ്പോൾ അവർ പ്രത്യേകമായ നിയോഗം 2-3 വർഷമായിട്ട് ഒരു വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. അത് ലഭിക്കുന്നില്ല. 2-3 വർഷമായി ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ഒരു കുഞ്ഞിനെ ലഭിക്കുന്നില്ല. വിവാഹം കഴിഞ്ഞ് 2 പേർക്കും വിദേശ ജോലി വേണം, ഒരു സന്താന ഭാഗ്യം വേണം. പക്ഷേ ഈ 2 മേഖലയിൽ കഴിഞ്ഞ് 2-3 വർഷമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം വെളിപ്പെടുന്നില്ല. കൺവെൻഷൻ കൂടാൻ വേണ്ടി വരുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും വെളിപ്പെടുത്തുക. ഒന്ന് ധ്യാനം കൂടാനാ. കരമേതി സ്വരമേതി പറഞ്ഞ് ഹല്ലേലൂയ. ധ്യാനം കൂടുന്ന സമയത്ത് കർത്താവിന് വേണ്ടി അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം സംസാരിക്കുക. ധ്യാനം കഴിഞ്ഞ് 8 മാസത്തിനുള്ളിൽ വിദേശ ജോലിയുടെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടിരിക്കും. കൈയടിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്തുക. നല്ലൊരു കാര്യം. സന്താന ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് 33 മാസത്തിനുള്ളിലാണ്. ധ്യാനം കഴിഞ്ഞ് മടങ്ങി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 8 മാസത്തിനുള്ളിൽ വിദേശത്തേക്ക് പോകാനുള്ള അനുഗ്രഹം കർത്താവ് കൊടുക്കുക. കൈയടിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്തുക. നല്ലൊരു കാര്യം. 2 പേരും വിദേശത്ത് ചെന്നു. 1-2 വർഷമായി കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു. ധ്യാനം കൂടിയപ്പോൾ ദൈവം സംസാരിച്ചത് 33 മാസത്തിനുള്ളിലാണ്. ഒന്ന് പറഞ്ഞ എത്ര മാസത്തിനുള്ളിലാണ്? 33 മാസത്തിനുള്ളിലാണ്. 2 പേരും പ്രാർത്ഥിച്ച് കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുക. അവിടെ ചെന്ന് 1-2 വർഷം കഴിഞ്ഞു, കുഞ്ഞായില്ല. ആ സമയം ഒരു ബന്ധുവിനെ പറഞ്ഞു വിട്ടു. വീണ്ടും പ്രാർത്ഥന ചോദിക്കുകയാണ്. കരമയത്തി സ്വരമയത്തി പറഞ്ഞ് ഹല്ലേലൂയ. ബന്ധു വന്ന് പ്രാർത്ഥന അവർക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. അച്ഛൻ വിദേശത്തുള്ള ദമ്പതികൾക്ക് വിവാഹം കഴിഞ്ഞ് 4-5 വർഷമായി കുഞ്ഞുങ്ങളില്ല, ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ആ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് 12 ദിവസം വെഞ്ചിരിച്ച വെള്ളം കുടിക്കണം. താൻ പോകുന്ന വെഞ്ചിരിച്ച കൊണ്ടുവന്ന് വെള്ളം കുടിക്കണം. അത് ഉദരത്തിൽ പുരട്ടണം. അതോടൊപ്പം തന്നെ 12 ദിവസം ഒരു കൊന്തയിൽ കാഴ്ചവെക്കണം. ഇതിനു വേണ്ടി ഉദരബല അഭിഷേകം വെളിപ്പെടാൻ വേണ്ടി. കരമയത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. എത്ര ദിവസമാണ് ദൈവം പറയുക? 12 ദിവസം. അവർക്ക് പറഞ്ഞ എത്ര ദിവസമാണ്? 12 ദിവസം. ഞാൻ ഇവര് നിരവധി വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. ധ്യാനത്തിൽ കർത്താവ് സംസാരിച്ചത് 33 മാസത്തിനുള്ളില് കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുക്കുമെന്ന വിശുദ്ധ കരമയത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. 2 വർഷമായി കുഞ്ഞിനെ കിട്ടാതെ വന്നപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന അവര് ഒരു ബന്ധുവിനെ താൻ പോലെ പറഞ്ഞു വിട്ട് ബന്ധു വന്ന് ശുശ്രൂഷ കൂടി ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് 12 ദിവസം ജയമാലയല്ലേ താൻ പോകുന്ന വെഞ്ചിരിച്ച വെള്ളം ഉപയോഗിച്ചാൽ കർത്താവ് ആ മേഖലയെ തൊട്ടിരിക്കും. കരമേതി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. വേറൊരു വ്യക്തി വഴി വിദേശത്തേക്ക് പോയി വേറെ വ്യക്തി വഴി താൻ പോകുന്ന വെഞ്ചിരിച്ച വെള്ളം വിദേശത്തേക്ക് അവരുടെ അടുക്കിലേക്ക് കൊടുത്തു വിട്ടു. ആ വെഞ്ചിരിച്ച വെള്ളം ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു? ജയമാല 2 പേരും ഒരുമിച്ച് ചെല്ലാൻ ആരംഭിച്ചു. ജയമാലയിൽ തുടങ്ങി 7ാമത്തെ ദിവസത്തിനുള്ളില് ഉദരഫലം വെളിപ്പെട്ടു. കൈയടിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്തുകയും നല്ലൊരു കരഘോഷം. പ്രിയ ദൈവത്തിന്റെ വാഗ്ദാനത്തിന് വേണ്ടി ദൈവം ഇന്നല്ലെങ്കിൽ നാളെ എന്നെ തൊടുമെന്ന ഒരു വിശ്വാസത്തോടെ
ഒരു വ്യക്തിക്ക് കാത്തിരിക്കാൻ സാധിക്കുമ്പോൾ കാത്തിരിക്കുന്ന വ്യക്തിയിലേക്ക് ദൈവം കടന്നു വരും. സ്വരമയത്തിൽ കരമയത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ഈ കാലഘട്ടത്തിൽ വ്യക്തിയും കുടുംബവും കാത്തിരിക്കേണ്ടത് കർത്താവിന് വേണ്ടി. കരമയത്തിൽ സ്വരമയത്തിൽ പറഞ്ഞ് ആർക്ക് വേണ്ടിയാണ്? പോരല്ലോ, ആർക്ക് വേണ്ടിയാണ്? ശക്തി പോലെ ആർക്ക് വേണ്ടിയാണ്? മറ്റൊന്നിനു വേണ്ടി നമ്മൾ കാത്തിരിക്കരുതേ. കാത്തിരിക്കേണ്ടത് വ്യക്തി കുടുംബം കാത്തിരിക്കേണ്ടത് സമൂഹ ദേശം കാത്തിരിക്കേണ്ടത് കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. അതുകൊണ്ട് സങ്കീർത്തനം പറയുക 130-ാം അധ്യായം 5-ാമത്തെ വചനം പഠിപ്പിക്കുക. ഓ ദൈവമേ, ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കരമയത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന അഭിഷേകം ജീവിതത്തിൽ കിട്ടണം. എന്നിട്ട് സങ്കീർത്തകൻ വീണ്ടും പറയുക, ഓ കർത്താവേ, അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേത് കരമേത് പറഞ്ഞേ ഹല്ലേലൂയ. ജീവിതത്തില് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളില് വിശ്വസിച്ചുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്നെ തൊടും. എന്റെ പ്രാർത്ഥനയ്ക്ക്, എന്റെ ത്യാഗത്തിന്, എന്റെ സഹനത്തിന്, എന്റെ കണ്ണുനീരിന് അർത്ഥമുണ്ട്. അതിന് അനുഗ്രഹം കിട്ടുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വചനം മറന്നു പോകരുതേ. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. കരമേതി സ്വരമേതി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. അനവധി വർഷങ്ങൾ ഈ മനുഷ്യനെ അവിടെ കാത്തിരിക്കുന്നത് ഇന്ന് അല്ലെങ്കിൽ നാളെ കർത്താവ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക, എന്നെ ഒന്ന് തൊടുക, എനിക്ക് സൗഖ്യം കിട്ടുക, എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും കരമടിച്ച് ദൈവത്തെ മാത്രപ്പെടുത്തുകയും നല്ലൊരു കരഘോഷം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വചനം പഠിപ്പിക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ തിരുവചനം വലതുകരമുയർത്തി സ്വരമുയർത്തി നമുക്കിത് വായിക്കാം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. എങ്ങനെയാണ് എത്തിക്കുക? കർത്താവ് നല്ലവനായിട്ട് മാറുക. തന്നെ കാത്തിരിക്കുന്നവർക്ക്, തന്നെ തേടുന്നവർക്കും. ദൈവത്തെ ഒന്ന് കാത്തിരുന്ന് നോക്കിക്കേ. ദൈവ അനുഗ്രഹത്തിന് വേണ്ടി ക്ഷമയോടെ ഒന്ന് കാത്തിരുന്നേ. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്നെ തൊടുമെന്ന് വിശ്വസിച്ചേ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് കർത്താവ് നല്ലവന് അനുഗ്രഹമുള്ളവനുമാണ്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിനെ കാത്തിരിക്കുന്ന, കർത്താവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി സദാസമയ ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറണം. 38 വർഷമായി രോഗിയായ ആ വ്യക്തി അവിടെ കിടപ്പുണ്ടായിരുന്നു. 38 വർഷമായി കർത്താവിന് വേണ്ടി ആ മനുഷ്യൻ കാത്തിരിക്കുക. ഈ ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി കരമേത്തി സ്വരമേത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. ഇത് നീണ്ട വർഷങ്ങൾ ഒരു വ്യക്തിക്ക് കാത്തിരിക്കണമെങ്കിൽ ആ വ്യക്തിയില് രണ്ടാമതായിട്ട് ഏത് അനുഗ്രഹം വെളിപ്പെടണം? പ്രത്യാശ വെളിപ്പെടണം. ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് വെളിപ്പെടണം? 32 വർഷമായ രോഗബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു പറയുമ്പോൾ ഈ 32 വർഷമായ മനുഷ്യന് ഒരു പ്രത്യാശയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. കരമയത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും കുടുംബത്തിനെയും എന്ത് വെളിപ്പെടണം? പ്രത്യാശ വെളിപ്പെടണം. ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് വെളിപ്പെടണം? അതുകൊണ്ട് മക്കാമായരുടെ 2-ാമത്തെ പുസ്തകം 9-ാം അധ്യായം 22-ാമത്തെ വചനം പഠിപ്പിക്കുക. മക്കാമായരുടെ 2-ാമത്തെ പുസ്തകം 9-ാം അധ്യായം 22-ാമത്തെ തിരുവചനം കരമുയർത്തി സ്വരമുയർത്തി നമുക്കത് വായിക്കാം. എന്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭക്താശനല്ല, ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുണ്ട്. ശരീരം മുഴുവനും വ്രണം ബാധിച്ച് ശരീരം മുഴുവനും പുഴുക്കളരിക്കുന്ന സമയത്താണ് അന്ത്യോഖസ് എന്ന് പറയുന്ന രോഗിയായ മനുഷ്യൻ രാജാവ് പറയുക, ഓ ദൈവമേ, ഞാൻ ഈ അവസ്ഥയിൽ നിരാശപ്പെട്ടു പോകുന്നില്ല. കരമേത്തി സ്വരമേത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് ആ മനുഷ്യൻ നിരാശപ്പെടാതിരിക്കാൻ കാരണം? കർത്താവ് ഇപ്രകാരം അതിനെ വഴി പഠിപ്പിക്കുക, ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന് എനിക്ക് നല്ല പ്രത്യാശയുണ്ട്. ഒന്ന് വലുതരം ഉയർത്തിപ്പിടിക്കാമോ? വലുതരം ഉയർത്തിപ്പിടിക്കാമോ? ഈ രോഗത്തിൽ നിന്ന് വചനം ചേർന്ന് ശക്തിയോടെ പറഞ്ഞ്, ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുണ്ട്. എനിക്ക് കൂടി ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുണ്ട്. ഒന്ന് കരമടിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്തുകയും നല്ലൊരു കരോഷം.
പ്രിയമുള്ളവരെ, ശരീരം മുഴുവൻ രോഗം വന്ന് രോഗം ബാധിച്ച് ശരീരം മുഴുവൻ പുഴുക്കളരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വിളിച്ചു പറയുക, ഓ ദൈവമേ, ഞാൻ നിരാശപ്പെട്ടു പോകുന്നില്ല, ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന് എനിക്ക് നല്ല പ്രത്യാശയുണ്ട്. ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഈ സമയം കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ മാത്രം പോരാ, പ്രത്യാശിക്കണം. കർത്താവിന്റെ ജീവിതത്തിലേക്ക്, പ്രശ്നത്തിലേക്ക്, കുടുംബ തകർച്ചയിലേക്ക്, സാമ്പത്തിക മേഖലയിലേക്ക്, ബന്ധനങ്ങളിലേക്ക്, വ്യക്തി മേഖലയിലേക്ക്, ഏത് മേഖലയിലേക്ക് ഇന്നലെ നാളെ കർത്താവ് കടന്നു വരുമെന്ന് വിശ്വസിക്കണം. കൈയടിച്ച് ദൈവത്തെ മാത്രപ്പെടുത്തുക. നല്ലൊരു രോഷം. ഇന്നലെ സമാപിച്ച ധ്യാനത്തില് താമ്പൂരിന്റെ പുതുവർഷ ആദ്യത്തെ ആന്തരിക സൗഖ്യ ധ്യാനമാണ്. 700-ലധികം പേര് ആ ധ്യാനത്തിൽ പങ്കെടുത്തു. ആ ധ്യാനത്തിൽ നന്ദി പറഞ്ഞ് ഒരു വ്യക്തി ഭാര്യയും ധ്യാനം കൂടാൻ വേണ്ടി വന്നു. ആ ധ്യാനം കൂടി ഇത് നന്ദി പറഞ്ഞുള്ള ഒരു ധ്യാനമായിരുന്നു. കരമേറ്റി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. കോട്ടയം അപ്പുറത്ത് നിന്ന് അവർ ഭാര്യയും ഭർത്താവും ധ്യാനം കൂടാൻ നന്ദി പറഞ്ഞ് ധ്യാനം കൂടാൻ വേണ്ടി വന്നത് 1 വർഷം മുമ്പ് കണ്ണുനീരോട് കൂടിയ താമ്പോറിലേക്ക് വന്നത്. 1 വർഷം മുമ്പ് താമ്പോറിലേക്ക് കണ്ണുനീരോട് കൂടി ധ്യാനം കൂടാൻ വേണ്ടി വരുമ്പോൾ 1 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. ഒന്ന് പറഞ്ഞ്, എത്ര കോടിയുടെയാണ്? 1 കോടിയുടെ കടബാധ്യത. അനുദിന ജീവിതത്തിന് ആവശ്യമായ സമ്പത്ത് പോലുമില്ല. എന്തിന്? പലിശ കൊടുക്കാൻ പോലുള്ള സമ്പത്തില്ല. പലിശ കൊടുക്കുന്നത് മറ്റു സ്ഥലത്തുനിന്ന് വീണ്ടും വായ്പ എടുത്ത്. ഇങ്ങനെ ഭീമമായ കടബാധ്യത. 1 കോടി രൂപയുടെ അധികം കടബാധ്യതയുമായി കർത്താവിന്റെ സന്നിധിയിൽ വന്നിരുന്ന കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത്, ധ്യാനം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഈ കടബാധ്യത വീട്ടാനുള്ള അനുഗ്രഹം കർത്താവ് തന്നിരിക്കുകയും. കൈയടിച്ച് ദൈവത്തെ മാത്രപ്പെടുത്തുകയും. നല്ലൊരു ആരോഗ്യം. പക്ഷേ ആ വ്യക്തി ഇവിടെ സാക്ഷ്യപ്പെടുത്തുക, ഈ കഴിഞ്ഞ ദിവസം ധ്യാന സമയത്ത് സാക്ഷ്യപ്പെടുത്തുക, അച്ഛൻ പ്രാർത്ഥിച്ചങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കയ്യിൽ 1 രൂപ പോലെ എടുക്കാനില്ല. ദൈവമായ കടബാധ്യതയാണ്. ദൈവമേ, എങ്ങനെയാണ് ഈ കടബാധ്യത മാറുക? 1 വർഷം കൊണ്ട് മാറുക? ഭാരപ്പെട്ടാണ് ഞാൻ പോയത്. എന്നാലും വിശ്വാസത്തോടെ അച്ഛൻ പറഞ്ഞതുപോലെ തൊന്തയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കരമേറ്റി പറഞ്ഞ് ഹല്ലേലൂയ. 1 വർഷത്തിനുള്ളില് അനവധി വർഷങ്ങളായി വിറ്റുപോകാതെ കിടന്നൊരു വസ്തു വിറ്റുപോകുകയും 1 കോടിയുടെ കടബാധ്യത മാറുകയും മിച്ചമുള്ള സമ്പത്തിലേക്ക് ആ വ്യക്തിയും കുടുംബത്തെയും കർത്താവ് എടുത്തുയർത്തി. കൈയടിച്ച് ദൈവത്തെ മാത്രപ്പെടുത്തുകയും. നല്ലൊരു കരഘോഷം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രോഗത്തിൽ നിന്നല്ല, ഈ തിന്മയിൽ നിന്നല്ല, ഈ ബന്ധനത്തിൽ നിന്നല്ല, ഈ തകർച്ചയിൽ നിന്നല്ല, ഈ പരാജയത്തിൽ നിന്ന്, ഏത് പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് എന്നെ അനുഗ്രഹിക്കും, എന്നെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ എന്ത് ചെയ്യണം? പ്രത്യാശിക്കണം. കരമേറ്റി സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ജോബിന്റെ പുസ്തകം 11-ാമത്തെ 18-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. ജോബിന്റെ പുസ്തകം 11-ാമത്തെ 18-ാമത്തെ വചനം കരമുയർത്തി സ്വരമുയർത്തി നമുക്കത് വായിക്കാം. പ്രത്യാശയുള്ളതുകൊണ്ട് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും. നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ കിട്ടാൻ വേണ്ടി? ആ വ്യക്തിക്ക് ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടി ആഗ്രഹമുണ്ട്, സംരക്ഷണം കിട്ടാൻ വേണ്ടി ആഗ്രഹമുണ്ട്, സുരക്ഷിതമായി ജീവിക്കാനും ശാന്തമായി ജീവിക്കാനും ആഗ്രഹമുണ്ട്. കരമേറ്റി സ്വരമേറ്റി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 11-ാമത്തെ 18-ാം തിരുവചനം പഠിപ്പിക്കുക. ഒരു വ്യക്തിയിലേക്ക് പ്രത്യാശ നിറഞ്ഞാൽ, ആ വാക്കൊന്ന് പറയാം, ഒരു വ്യക്തിയിലേക്ക് സ്വരമേറ്റി കരമേറ്റി പറഞ്ഞ ഒരു വ്യക്തിയിലേക്ക് പ്രത്യാശ നിറഞ്ഞാൽ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രത്യാശ ഉണ്ടാകണം. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്റെ അടുക്കൽ വരിക. ഇങ്ങനെ ഒരു വ്യക്തിയിലേക്ക് പ്രത്യാശ നിറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി 3 അനുഗ്രഹങ്ങൾ കൂടി സ്വന്തമാക്കുക. ആ വ്യക്തി കർത്താവ് ആത്മവിശ്വാസം കൊടുക്കും. കരമേറ്റി സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. ആ വ്യക്തി കർത്താവ് എന്ത് കൊടുക്കുക? ആത്മവിശ്വാസം കൊടുക്കും. അനവധി പരാജയങ്ങളുടെ ഏറ്റവും പിന്നിക്കിടക്കുന്ന ഒരു ബന്ധനമാണ് ആത്മവിശ്വാസക്കുറവ്. വിട്ടുപോകാൻ വേണ്ടി കരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. പ്രത്യാശയുള്ള വ്യക്തിക്ക് ദൈവം 1 ആത്മവിശ്വാസം കൊടുക്കുക, 2 ദൈവത്തിന്റെ സംരക്ഷണം ആ വ്യക്തിക്കിട്ട്, 3 ആ വ്യക്തിക്ക് സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുകയും. കൈയടിച്ച് ദൈവത്തെ മാത്രപ്പെടുത്തുകയും. നല്ലൊരു കരോത്സവം. അതുകൊണ്ട് ജോബിന്റെ പുസ്തകത്തില് ദൈവം വീണ്ടും ചോദിക്കുക. ജോബിന്റെ പുസ്തകം 14-ാമത്തെ
7-ാമത്തെ തിരുവചനം, ജൂബിന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാം തിരുവചനം. സാധിക്കുമെങ്കിൽ ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ വചനത്തിന് അഭിഷേകം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് വായിക്കാമോ? വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, ജൂബിന്റെ പുസ്തകത്തിലൂടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. ഒരു വൃക്ഷത്തെ ഞാൻ നിങ്ങൾ മുറിച്ചാൽ ആ വൃക്ഷം വീണ്ടും തളിർക്കും. വൃക്ഷത്തിന് ഒരു പ്രത്യാശയുള്ളത് കൊണ്ടാ വൃക്ഷം തളർത്ത് വരിക. ഹല്ലേലൂയ. ഞാൻ തളുത്താ വീണ്ടും മനുഷ്യന് വെട്ടിക്കളയുമല്ലോ. ഞാൻ തളർക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് കരിഞ്ഞുണങ്ങി പോകാം എന്നല്ല വൃക്ഷം ചിന്തിക്കുക. വൃക്ഷത്തിന് ഒരു പ്രത്യാശയുള്ളത് കൊണ്ട് വൃക്ഷത്തെ മുറിച്ചാൽ വൃക്ഷം വീണ്ടും തളർത്ത് വരും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മുറിവേറ്റാലോ, ഒരു തകർച്ച വന്നാലോ, ഒരു രോഗം വന്നാലോ, ആ നീണ്ട വർഷം നീണ്ടിരുന്നാലോ, ഒരു ബന്ധനം വന്നാലോ, എനിക്ക് നിങ്ങൾക്ക് ഈ പ്രത്യാശ ഉണ്ടാകണം. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്റെ അടുക്കൽ വരിക, എന്നെ സ്പർശിക്കുകയും എന്നെ സുഖപ്പെടുത്തുക. ഈ പ്രത്യാശയോടെ കരമയത്തി സ്വരമയത്തി പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. അതുകൊണ്ട് സങ്കീർത്തനം 71-ാം അധ്യായം 5-ാമത്തെ വചനം വെച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 71-ാം അധ്യായം 5-ാമത്തെ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ സങ്കീർത്തനം 71-ാം അധ്യായം 5-ാം വചനം? വലതുകരമയത്തി സ്വരമയത്തി ഒന്ന് വായിച്ച്. കർത്താവേ, അങ്ങാണ് എന്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എന്റെ ആശ്രയം. ചെറുപ്പം മുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ശൈലി എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. കരമയത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. എന്തൊരാവേശം! ദൈവമേ എന്ന് വിളിക്കാൻ, ഈശോയെ എന്ന് വിളിക്കാൻ ചെറുപ്പം മുതൽ വലിയൊരു ആവേശം, വലിയൊരു പ്രത്യാശ, ഒരു ആശ്രയ മനോഭാവം തമ്പുരാനിലുണ്ടായിരുന്നു. വളരും തോറും ജീവിത പ്രതിസന്ധി വരുമ്പോൾ, തകർച്ച വരുമ്പോൾ, ആ തകർച്ചയും പ്രതിസന്ധി, രോഗമാറാവ്യാധികള്, കെട്ടുകള്, ബന്ധനങ്ങള് അനേക വർഷം നീണ്ടു നിൽക്കുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുതേ. ചെറുപ്പത്തിലുണ്ടായിരുന്ന അതേ ആശ്രയ മനോഭാവത്തിലേക്ക് കടന്നു വരണം. കരമയത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വചനം പഠിപ്പിക്കുക. 38 വർഷമായി രോഗബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷമായി ആ മനുഷ്യൻ കാത്തിരിക്കുന്നത് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ വരും. 38 വർഷമായി കാത്തിരിക്കാൻ ആ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് പ്രത്യാശയാ. കരമയത്തെ സ്വരമയത്തെ പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന സമൂഹം മുഴുവനും നമ്മൾ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 71-ാം അധ്യായം 5-ാം വചനം വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങാണ് എന്റെ പ്രത്യാശ. ഒന്ന് ഇരുകരം സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? കർത്താവേ, ശക്തി പോരാ കർത്താവേ, ശക്തി പോരാ കർത്താവേ, അങ്ങാണ് എന്റെ പ്രത്യാശ. എനിക്ക് കൊടുക്കാരമേതി കർത്താവേ, അങ്ങാണ് എന്റെ പ്രത്യാശ. ഇരുകരങ്ങളും ചേർത്ത് നമുക്ക് പിടിക്കുക. കണ്ണു തുറന്ന് കുരിശിലേക്ക് നോക്കട്ടെ. ദൈവം തൊടുന്ന സമയമാ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വചനത്തിന് അഭിഷേകം. നീണ്ട നാൾ കാത്തിരിക്കാൻ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ, അത് പ്രത്യാശയോടെ കാത്തിരിക്കാൻ, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്നെ തൊടുമെന്ന് വിശ്വസിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് ഓ ദൈവമേ ഈ സമൂഹത്തെ എടുത്തുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാ. അനവധി കാലഘട്ടങ്ങളായ തടസ്സങ്ങളാകാം, ബന്ധനങ്ങളാകാം, രോഗങ്ങളാകാം, വ്യാധികളാകാം, പരാജയങ്ങളാകാം, പ്രശ്നങ്ങളാകാം, അതെല്ലാം ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. അതെല്ലാം ഞാൻ ഇത്രയും നാൾ ചുമന്നത് ദൈവമേ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്റെ ജീവിതത്തിൽ കടന്നു വരും എന്ന വിശ്വാസമുള്ളത് കൊണ്ട് ഇരുകരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. വളരെ കാലഘട്ടങ്ങളായ ബന്ധനങ്ങള്, തകർച്ചകള്, രോഗങ്ങൾ ഇതെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. പഴക്കമുള്ള രോഗങ്ങളെ കർത്താവ് പ്രത്യേകമായിട്ട് സ്പർശിക്കുന്ന സമയമാ. 17 രോഗികള്, വർഷങ്ങളായ പഴക്കമുള്ള രോഗമുള്ള 17 രോഗികളെ കർത്താവ് ഈ സമയം പ്രത്യേകമായിട്ട് സ്പർശിക്കുന്നുണ്ട്. ദൈവമേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രോഗങ്ങളെ സമർപ്പിക്കുക, ബന്ധനങ്ങളെ സമർപ്പിക്കുക, തിന്മകളെ സമർപ്പിക്കുക, കെട്ടുകളെ സമർപ്പിക്കുക. ദൈവമേ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക. അധികാരം ഏത് കാരഞ്ഞ് വിളിക്കട്ടെ. യേശുവേ സ്വർഗം തുറക്കണമേ.
വിളിക്കുന്നു യേശുവേ. അഭിഷേകം കരഞ്ഞ് വിളിക്കുന്നു യേശുവേ. നമ്മെ തൊട്ട് ഈശോയ്ക്ക് നല്ല ഒരു കരഘോഷം കൊടുക്കാമോ? നല്ലൊരു 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 കരഘോഷം കൊടുക്കാം. ഒന്ന് വലതുകരം മാത്രം ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറയാമോ? ഹല്ലേലൂയാന്ന്. ഈ സമയം വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങളെ കർത്താവ് തൊട്ട സമയമാണ്. ഹല്ലേലൂയ. അനവധി വർഷങ്ങൾ, നീണ്ട 17 വർഷം വരെ ഈശോ കാണിക്കുന്നുണ്ട്. നീണ്ട 17 വർഷമായിട്ട് ശക്തമായ നടുവിന് വേദനയും പുറവേദനയും ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച പോലും ഈ രോഗത്തിന് വേണ്ടി ആശുപത്രി പോയി മരുന്നെടുത്തതാണ്. പക്ഷേ ഇപ്പം രോഗമില്ല. അതിന് 17 വർഷം വരെയായ നടുവിൻ്റെ വേദന, പുറം വേദന ഈ സമയം സുഖപ്പെട്ട അനുഭവം 4 പേർക്ക് ഈശോ കൊടുത്തിട്ടുണ്ട്. ആ സൗഖ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ മാത്രം ഒന്ന് വലുതുകരം ഉയർത്തി വീശി ഈശോയ്ക്ക് നന്ദി പറയാം. അങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ള രോഗം സുഖപ്പെട്ടവരെ കരമുയർത്തി ഒരു കരൊന്ന് വീശാമ, കരമുയർത്തി നമുക്ക് കരൊന്ന് വീശാമ. 1 2 3 4 5 6 വ്യക്തികളുണ്ട്. 7 വ്യക്തിയുണ്ട്, 8 വ്യക്തികളുണ്ട്. കൈയടിച്ച് ദൈവത്തെ മാത്രപ്പെടുത്തിക്കേ. നല്ലൊരു നല്ലൊരു കരഘോഷം. ഈ കരഘോഷം പോരാ, ഏറ്റവും നല്ല കരഘോഷം തീർക്കണം. ഏറ്റവും നല്ല കരഘോഷം, ഏറ്റവും നല്ല കരഘോഷം. നമ്മൾ ഈ സമയം അനുഭവസാക്ഷികൾ പങ്കുവയ്ക്കുന്ന സമയം കൂടിയാണ്. പ്രിയതാപൂർണ്ണ അനുഭവസാക്ഷി പങ്കുവയ്ക്കുന്ന ശനിയാഴ്ച ദിവസമാണ്. യേശുവെന്ന യേശുസ്തുതി. എൻ്റെ പേര് റോസ്മി ജിയോ. ഞങ്ങൾ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഞങ്ങൾ കുഞ്ഞാവ് ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് കാലിൽ രക്തം കട്ടുപിടിക്കുന്ന പോലെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു തുണിയൊന്നും ഒരയരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. പക്ഷേ അത് അവിടെ ഇങ്ങനെ നമ്മൾ തുണിയൊക്കെ യൂസ് ചെയ്തപ്പം അവിടെ പഴുക്കുകയും പിന്നെ 2-3 ഡോക്ടർമാരെ കാണിച്ചിട്ട് അത് ഉണങ്ങുന്നില്ലായിരുന്നു. കൊച്ചിന് ഭയങ്കര കാലുവേദന, ഭയങ്കര കരച്ചിൽ. എന്നിട്ട് അവസാനം ലാസ്റ്റ് കുത്തിവയ്പ്പ് എടുക്കണം എന്നൊരു സിറ്റുവേഷൻ, കിടന്ന് കുത്തിവയ്പ്പ് എടുക്കണം എന്നൊരു ഇത് വന്നു. അപ്പോൾ ഞങ്ങൾ ഒക്ടോബർ 27-ാം തീയതി, അതായത് 3.5 മാസമൊക്കെ ആയപ്പം ഇവിടെ കൈവയ്പ്പ് ശുശ്രൂഷ അടുത്ത് അച്ഛൻ്റെ അടുത്ത് നിന്ന് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെ അടുത്ത് നിന്ന് കൊച്ചിനെ കാണിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 70 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, വെഞ്ചിരിച്ച വെള്ളം അവിടെ പുരട്ടുകയും ചെയ്യണം. ഞങ്ങൾ മരുന്നിൻ്റെ കൂടെ തന്നെ വെഞ്ചിരിച്ച വെള്ളം പുരട്ടുമായിരുന്നു ചെയ്തത്. എന്നിട്ട് അത് പഴുപ്പ് കുറഞ്ഞില്ല. അവസാനം വെഞ്ചിരിച്ച വെള്ളം മാത്രം പുരട്ടി 70 ദിവസം കൊന്തയൊല്ലി പ്രാർത്ഥിച്ചു. 69-ാം ദിവസം ആ പഴുപ്പെല്ലാം കരിഞ്ഞ് അതെല്ലാം കൃത്യം പൊളിഞ്ഞു പോയി. ഇപ്പോൾ കൊച്ചിന് ഇപ്പോഴാണ് കമ്മലാനൊക്കെ സാധിക്കുന്നത്. അതായത് അതായത് ആ കുഞ്ഞിൻ്റെ കാലിൽ രോഗം വന്നിട്ട് ഇങ്ങനെ വ്രണമായി. പിന്നെ അനവധി ഡോക്ടർമാരെ കാണിച്ചു. അപ്പം ദൈവം ഇപ്പോഴത്തെ 7 ദിവസം കൊന്തയിലാണ്. 7 ദിവസം വെഞ്ചിരിച്ചോളം ഉപയോഗിക്കണം. അപ്പോൾ വെഞ്ചിരിച്ചോളം മരുന്നിനോട് കൂടെ കൊടുത്തപ്പോൾ ആ പഴുപ്പിനൊരു മാറ്റമില്ല. പിന്നെ മരുന്ന് അവർ നിർത്തിയിട്ട് വെഞ്ചിരിച്ച വെള്ളം തന്നെ 7 ദിവസം കൊടുക്കണം. 69-ാമത്തെ ദിവസം കൊടുത്തപ്പോഴേക്കും ആ മുറിവ് ഉണങ്ങി അത് കരിഞ്ഞു. ഒന്നിനു കാലം ഉയർത്തി നല്ലൊരു കൈനീശി കൊടുത്തേ, നല്ലൊരു കൈനീശി. എൻ്റെ പേര് ബീന ജോണി. ഞാൻ പെരുമ്പല്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു സാക്ഷ്യം പറയാം. ഞാനിവിടെ ജൂൺ 3-ാം തീയതി ഞാൻ ഒരു ധ്യാനത്തിന് വന്നു. എനിക്ക് വീടില്ലായിരുന്നു. 8 വർഷമായിട്ട് എൻ്റെ വീട് വാർത്തിട്ടതേ ഉള്ളൂ, പണിതിട്ടില്ല. വേറെ ഒരു പണിയും ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവെന്ന് ഞാൻ നേർന്നു. ഞാനിവിടെ ജൂൺ 3-ാം തീയതി അച്ഛനെ കണ്ടു, ജോർജ് പള്ളിക്കുന്നേൽ അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 7 അല്ലെങ്കിൽ 8 മാസത്തിനുള്ളിൽ പെരയുടെ പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. 6 മാസമായപ്പോഴത്തേക്ക് എൻ്റെ പെരയുടെ സർവ്വ പണിയും തീർത്ത് ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു. എൻ്റെ പേര് ടെറിൽ. ഞാൻ മുത്തോലൂർ ഇടവകാംഗമാണ്. എൻ്റെ ചേച്ചിക്ക് 27 വയസ്സായപ്പോൾ വിവാഹം ആലോചിച്ച് തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ രണ്ടാമത്തെ ചേച്ചി ഇവിടെ വന്ന് ആന്തരിക സൗഖ്യദാനത്തിൽ പങ്കെടുക്കുകയും ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു 56 ദിവസം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം, 9 മാസത്തിനുള്ളിൽ വിവാഹം നടക്കും, അത് കഴിഞ്ഞ് വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു.
അതുപോലെ കൊന്തയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 6-ാം മാസമായപ്പോഴത്തേക്കും ചേച്ചി ലീവിന് വന്നു. ആദ്യം വന്ന് കണ്ട വിവാഹം തന്നെ ഉറപ്പിക്കുകയും 7-ാം മാസമായപ്പോഴത്തേക്കും അത് നടത്തുകയും ചെയ്തു. ഈശോയ്ക്കും മാതാവിനും ദൈവത്തിന് ഇടപെടാൻ നോക്കിക്കേ. 6-ാം മാസം അവധിക്ക് വരുന്നു, ആലോചന വരുന്നു, 7-ാം മാസം വിവാഹം നടക്കുകയാണ്. വലതുകരമേത്തി സ്വരമേത്തി പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. എല്ലാവർക്കും ഒരു നിമിഷം കരങ്ങൾ കൂപ്പി പിടിക്കുകയും ദൈവൻ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാത്തിരിപ്പിനും കർത്താവ് സമ്മാനം തരിക ഈ ആരാധനയിലാണ്. ഈശോ ഇന്ന് ജീവിക്കുന്നു. നമുക്ക് കരങ്ങൾ കൂപ്പി പിടിക്കുകയും നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ കണ്ണുനീര്, നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും. യോഹന്നാൻ 5 വചനം വായിച്ച് നമ്മൾ കേട്ടതാണ്. 38 വർഷമായി രോഗം ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. കാരണം അനവധി കാലങ്ങളായി ചില മേഖലയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിപ്പുണ്ടെങ്കിൽ ഈശോ ഈ സമയം വരാൻ പോകുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമുക്ക് ഈ വിടുതൽ ആരാധനയിലേക്ക് പ്രവേശിക്കുകയും കരങ്ങളടിച്ച് നമുക്ക് ചേർത്ത് പാടാം യേശുവിൻ വചനവിധ. യേശുവിൻ വചനമിതാ, യേശുവിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സർവശക്തന്റെ വചനമിതാ, സർവശക്തന്റെ വചനമിതാ. ശക്തിയോടെ ശക്തിയോടെ ദൈവമേ, വലിയ അനുഗ്രഹം, വലിയ അഭിഷേകം, വലിയ സൗഖ്യം ഈ കൂട്ടായ്മയിൽ ലോകം മുഴുവനും പ്രിയപ്പെട്ടവരിലേക്ക് മുഴുവനും ഭക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇത് കരമയത്തി വീഴ്ചിക്കൊണ്ട് ഈശോയെ നോക്കി കരമയത്തി വീഴ്ചിക്കൊണ്ട് ഈശോ ജീവിക്കുന്നു. കരങ്ങൾ താത്തിയടിച്ച് ശക്തിയോടെ കരമടിച്ച് കണ്ണുകൾ തുറന്നപ്പോൾ മാറാരോഗികൾ സുഖപ്പെടട്ടെ, കണ്ണുകൾ തുറന്നപ്പോൾ മാറാരോഗികൾ സുഖപ്പെടട്ടെ, രോഗപീഠകൾ നീങ്ങിടട്ടെ, അത്ഭുത ശക്തി നിറയട്ടെ, രോഗപീഠകൾ നീങ്ങിടട്ടെ, അത്ഭുത ശക്തി നിറയട്ടെ, തകരട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, സ്വർഗം തുറന്നിടട്ടെ, സ്വർഗം തുറന്നിടട്ടെ. കടബാധ്യതകള്, തടസ്സനഗരങ്ങള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, ജോലി തടസ്സങ്ങള്, സന്താനഭാഗ്യമില്ലായ്മ മേഖല ദൈവമേ സമർപ്പിക്കുന്നു. ബന്ധനങ്ങൾ തകരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയ ഇരുകാരമയത്തി വീഴ്ചിക്കൊണ്ട് ഈശോയെ നോക്കി കരങ്ങൾ താഴ്ത്തിരിക്കുക. ശക്തിയാണ് കരമടിച്ചുകൊണ്ട് കരങ്ങളടിച്ചു വിവാഹ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിടട്ടെ, തകർച്ചകൾ, കൃഷിനാശം, തൊഴിൽ പരാജയം, ജോലി, വിവാഹ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിടട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ,
ഇരുകാരങ്ങളും നമുക്ക് എല്ലാവർക്കും സ്ഥിരവയ്ക്കുകയും കണ്ണുകൾ തുറന്ന് തിരുവസ്വരൂപനായ ഈശോ നമുക്ക് ദൈവ തൊടുന്ന സമയമാണ്. ആത്മീയമായ മേഖല ബന്ധനങ്ങൾ, തിന്മയുടെ ബന്ധനങ്ങൾ വിട്ടുപോകാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ശുശ്രൂഷയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും, പ്രത്യേകിച്ച് ആത്മീയ മേഖലയിലേക്ക് ഈശോ വരാൻ വേണ്ടി, തിന്മകൾ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ദൈവമേ, ദൈവമേ, പിതാവേ, പരിശുദ്ധാത്മാവേ, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സുമത്തായ സുവിശേഷം 18-ാം അധ്യായം 18-ാം വചനത്തിന്റെ അത്ഭുതം വിടുതൽ സമൂഹത്തെ ഈ നിമിഷം സംഭവിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ, കാലങ്ങളായി വർഷങ്ങളായി സമൂഹത്തെയോ കുടുംബത്തെയോ കുടുംബാംഗങ്ങളെയോ വസ്തുവകളെയോ ബന്ധിച്ചിട്ടിരിക്കുന്ന നിസ്വാധികമായ ബന്ധനങ്ങളെയോ ശക്തികളെയോ അനീതികളെയോ മന്ത്രവാദത്തിന്റെ ആഭിചാരത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ കുട്ടികളെയോ ഈ നിമിഷം മാതാവിന്റെ വിശുദ്ധിലൂടെ അത്ഭുതമായ യാചിച്ചുകൊണ്ട് വിശുതാമസത്തെയോ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, നമസ്കരിക്കുന്നു. ദൈവമേ, അഭിമാനത്തിന്റെ അഗ്നിയുടെ മയക്കുമരുന്നിന്റെ പുതുവലിയുടെ കടമച്ചുള്ള ചീട്ടുകളിയുടെ അവിശ്വസ്തയുടെ അശുദ്ധിയുടെ വിചാരത്തിന്റെ ഒറ്റായ്മന്റെ ആത്മഹത്യയുടെ ഒളിച്ചോട്ടത്തിന്റെ സമവിരോധത്തിന്റെ വൈദിക വിരോധത്തിന്റെ സാമ്പത്തിക വിരോധത്തിന്റെ കുട്ടികളെയോ അരൂപികളെയോ അധികാരങ്ങളെയോ ഈ നിമിഷം ബന്ധിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനയിൽ കുർബാനയിൽ വായനയിൽ ബലിയർപ്പണമില്ല, സംസാരമില്ല, ഊമില്ല, ഉപവാസമില്ല, നേരമില്ല, കുടുംബകൂട്ടായ്മയിൽ പങ്കാളിത്തമില്ല, ഇടപെടലുമില്ല. ദൈവമേ, ആത്മീയ മേഖലയിൽ ബന്ധനങ്ങളെയോ കുട്ടികളെയോ അരൂപികളെയോ ശക്തികളെയോ ഈ നിമിഷം ബന്ധിക്കുന്നു, ശാസിക്കുന്നു, നമസ്കരിക്കുന്നു, വിട്ടുപോകട്ടെ, നാമത്തെ അർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉയർത്തി അടിച്ചു ചേർന്ന് പാടുന്നു. ഒരു കലമേറ്റടിച്ച്
യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ രക്തത്താൽ കുരിശിൻ ചുവട്ടിൽ പാപവും രോഗവും മാറട്ടെ, ബന്ധനവും കെട്ടുകളും അഴിയട്ടെ, പാപവും രോഗവും മാറട്ടെ, ബന്ധനവും കെട്ടുകളും അഴിയട്ടെ. ഈ കാലമേത് കരഞ്ഞു വിളിക്കുന്നു യേശുവേ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കരങ്ങൾ കൂപ്പി പിടിക്കുകയും യേശു നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തമായിട്ട് കടന്നു വരുന്ന സമയമാണ്. ഈ സമയം പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥന. പഠിക്കുന്ന എല്ലാ മക്കളിലേക്ക് യേശുവേ വരണമേ. പഠനമേഖല പരീക്ഷ മേഖല വിജയമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പഠനമേഖല പരീക്ഷ വിജയമായി മാറാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. ആ മക്കളിലേക്ക് ദൈവം വരുന്ന സമയമാണ്. പഠനമേഖല വൈകല്യങ്ങളുള്ള കുറവുള്ള 78 മക്കളെ കർത്താവ് ഈ സമയം സ്പർശിക്കുന്നുണ്ട്. ഐരിസ് പരീക്ഷ വിജയത്തിന്റെ പ്രത്യേകമായ അഭിഷേക 53 മക്കൾ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. 17 ദിവസത്തിനുള്ളിൽ 9 പേർക്ക് ഐരിസ് പരീക്ഷയുടെ വിജയം ലഭിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ദൈവമേ, പിതാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാമത്തെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കാലങ്ങളായി വർഷങ്ങളായി പഠന മേഖലയിൽ പരീക്ഷ മേഖലയിൽ ദൈവമേ വിജയത്തിന്റെ പ്രത്യേകമായ അഭിഷേക വെളിപ്പെടുവാൻ തടസ്സം നൽകുന്ന കുറവുകളെയും വൈകല്യങ്ങളെയും ബുദ്ധിശക്തിയുടെ ഓർമ്മശക്തിയുടെ കഴിവുകളെയും അലസതയുടെ ബന്ധനങ്ങളെയും അരൂപികളെയും വിശുദ്ധാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, പരീക്ഷയിൽ പരീക്ഷയിൽ പ്ലസ് ടു പരീക്ഷയിൽ ഡിഗ്രി പരീക്ഷയിൽ എസ് പരീക്ഷയിൽ യുപി പരീക്ഷയിൽ മെഡിക്കൽ പരീക്ഷയിൽ 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 ദൈവമേ വിജയത്തിന്റെ പ്രത്യേകമായ അഭിഷേക ഈ നിമിഷം ഭയപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന കുട്ടികളെയോ അറിവുകളെയോ ബന്ധനങ്ങളെയോ വിശദാംശത്തെയോ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, നമസ്കരിക്കുന്നു. വിട്ടുപോകട്ടെ നാമത്തെ കൽപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉയർത്തി അടിച്ചുകൊണ്ട് ചേർന്ന് പാടുന്നു. ഒരു കാലം ശക്തിയാണ്. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ രക്തത്താൽ കുരിശിൻ ചുവട്ടിൽ പാപവും രോഗവും മാറട്ടെ, ബന്ധനവും കെട്ടുകളും അഴിയട്ടെ, പാപവും രോഗവും മാറട്ടെ, ബന്ധനവും കെട്ടുകളും അഴിയട്ടെ. നോക്കി കരഞ്ഞു പിടിക്കുന്നു യേശുവേ. ഒരു നിമിഷം കരങ്ങൾ കോപി പിടിക്കാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ അനുഗ്രഹ പ്രാർത്ഥനയാണ്. നമ്മൾ അനുഗ്രഹമായി മാറുന്ന പോലെ നമ്മുടെ കുടുംബവും അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ ബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, വിവാഹ തടസ്സം, ജോലി തടസ്സങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, വിവാഹമോചനം, കുടുംബ തകർച്ച, ഇതെല്ലാം പിന്നെ രൂപി ഇതെല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഏതെങ്കിലും തടസ്സങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ തടസ്സങ്ങൾ സമർപ്പിക്കുകയും സന്താന ഭാഗ്യമില്ല, വസ്തുവിൽ തടസ്സങ്ങൾ, അല്ലെങ്കിൽ സ്വന്തമായി ഭവനമില്ല, പല നിർമ്മാണ തടസ്സങ്ങൾ, ഈ മേഖലയിലേക്ക് വീഴ്ച വരുന്ന സമയമാണ്. നമ്മുടെ സാമ്പത്തിക മേഖല, കൃഷി, ബിസിനസ് ഇതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇരുകരങ്ങൾ നമുക്ക് എല്ലാവർക്കും സ്ഥിരച്ച് വയ്ക്കുക.
കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കാം. ദൈവ തൊടുന്ന സമയമാണ്. 50 ബന്ധനങ്ങളെ കർത്താവ് എടുത്ത് മനസ്സമയമാണ്. ജോലി മേഖല തടസ്സമുള്ള 18 പേരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. വിവാഹ തടസ്സം 9 പേരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. സ്വന്തമായി ഭവനമില്ലാത്ത 13 കുടുംബങ്ങളെ കർത്താവ് ഭവനം നൽകി സ്പർശിക്കുന്നു. കടബാധിത സാമ്പത്തിക തകർച്ചയുള്ള 650 കുടുംബങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു. സന്താന ഭാഗ്യമില്ലാത്ത 3 ദമ്പതികളെ കർത്താവ് സ്പർശിക്കുന്നു. ഈ കർമ്മഷം കഴിഞ്ഞ് 120 ദിവസത്തിനുള്ളിൽ അഭിഷേകം വെളിപ്പെടുമെന്ന് കർത്താവ് ഉറപ്പ് തരുന്നു. ദൈവമേ, ദൈവമേ, പിതാവേ, പരിശുദ്ധാത്മാവേ, യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കാലങ്ങളായി വർഷങ്ങളായി കുടുംബത്തെയോ കുടുംബാംഗങ്ങളെയോ വസ്തുവകളെയോ ബന്ധിച്ചിട്ടിരിക്കുന്ന ഐശ്വര്യമായ കുട്ടികളെയോ ബന്ധനങ്ങളെയോ അരൂപികളെയോ യേശുനാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, കുഞ്ഞിപ്പിന്റെ അനേകത്തിന്റെ ശത്രുതയുടെ കുട്ടികളെയോ യേശുനാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, ചോട്ടത്തിന്റെ ദൈവമേ, ആത്മഹത്യയുടെ കുട്ടികളെയോ യേശുനാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, വിഭാഗത്തിന്റെ ജോലി മേഖലയുടെ ജോലിസ്ഥിതിയുടെ വിദേശ ജോലിയുടെ വിദേശയാത്രയുടെ വസ്തു വിൽപ്പനയുടെ വസ്തു വാങ്ങലിന്റെ ഭവനമില്ലായ്മയുടെ നിർമ്മാണത്തിന്റെ ഭവന വിൽപ്പനയുടെ ദൈവമേ, തടസ്സങ്ങളെയോ ബന്ധനങ്ങളെയോ യേശുനാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, സന്താനഭാഗ്യമില്ലാത്ത ദമ്പതികളെയോ കുടുംബങ്ങളിൽ നിന്ന് ഒളിച്ചോടിയവ ഇറങ്ങി വരുവാൻ കഷ്ടപ്പെട്ടു പോയ വസ്തുവകെ കണ്ടുകിട്ടുവാൻ എടുത്ത വസ്തുവകെ കണ്ടുകിട്ടുവാനും തടസ്സങ്ങളെയോ ബന്ധനങ്ങളെയോ യേശുനാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, തടസ്സത്തിന്റെ വിപണ മേഖലയുടെ മേഖലയുടെ തടസ്സങ്ങളെയോ ബന്ധനങ്ങളെയോ ദൈവമേ, കാർഷിക മേഖലയുടെ തൊഴിൽ മേഖലയുടെ ജോലി മേഖലയുടെ ഉദ്യോഗ മേഖലയുടെ തടസ്സങ്ങളെയോ ബന്ധനങ്ങളെയോ ദൈവമേ, മൃഗങ്ങളെ വാഹനങ്ങളെ അനുഗ്രഹമായി മാറാത്ത വ്യക്തികളെയോ കുടുംബങ്ങളെയോ ഈ നിമിഷം മാതാവിന്റെ വിശുദ്ധരുടെ അത്ഭുതകരമായ യാചിച്ചുകൊണ്ട് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നാമത്തെ അർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉയർത്തി അടിച്ചുകൊണ്ട് ചേർന്ന് പാടുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ രക്തത്താൽ രോഗവും മാറട്ടെ, കെട്ടുകളും അഴിയട്ടെ, പാപവും രോഗവും മാറട്ടെ, കെട്ടുകളും അഴിയട്ടെ. വിളിക്കുന്ന യേശുവേ, ഈ സമയം ദൈവഗാന പ്രദർശന സമയമാണ്. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് വരുന്ന സമയമാണ്. കരഘോഷത്തോടെ യേശുവെ നമുക്ക് ഗാനം ആലപിച്ച് വരവേൽക്കാം. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് നല്ലപോലെ കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് എഴുന്നള്ളും ഈശോ രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തി കരങ്ങൾ താഴ്ത്തിയടിച്ച് ഈശോയെ നോക്കി ഈശോ രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ
ശക്തിയോടെ രാജാധിരാജനായ ദൈവത്തെ വിളിക്കട്ടെ. യേശുവേ വിളിക്കട്ടെ. യേശുവേ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടനും മുടന്തനും ശകിടനുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം പാടി. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടനും മുടന്തനും ശകിടനുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. കരങ്ങൾ ഉയർത്തി ഉയർത്തി അടിച്ച് വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. സ്വരമുയർത്തി വീണ്ടും വിളിക്കുന്നു. യേശുവേ. എല്ലാ കണ്ണുനീരും കർത്താവിന് കൊടുത്ത് വിളിക്കട്ടെ. എല്ലാ ദുഃഖങ്ങളും കർത്താവിന് കൊടുത്ത് വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ. യേശുവേ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ശക്തിയോടെ കരമടിച്ച് ഒന്ന് കരങ്ങൾ ഉയർത്തി അടിച്ച് ഉയർത്തി അടിച്ച് രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കരങ്ങൾ താഴ്ത്തി അടിച്ച് കുരുടനും മുടന്തനും ശകിടനുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടനും മുടന്തനും ചെകിടനുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. കരമുയർത്തി അടിച്ചുകൊണ്ട് വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. സ്വരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവേ. 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 സ്വരമുയർത്തി വിളിക്കുന്നു. യേശുവേ. ശക്തിയോടെ വിളിക്കുന്നു. യേശുവേ. 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 മുട്ടുകൾ കുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ചുകൊണ്ട് ആത്മാവേ